BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. Su-57 Tu-160 ബോംബർ കാലിബർ മിസൈൽ S-500 റഷ്യയിൽ നിന്നും വാഗ്ദാന പെരുമഴ. കരുതലോടെ ഇന്ത്യയുമായുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്തുവാനും അമേരിക്കൻ യൂറോപ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുവാനും വാഗ്ദാനങ്ങളുമായി റഷ്യ. 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത റഷ്യ പിന്നീട് അതിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്ന് അറിയിച്ചു. മാത്രമല്ല, ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ സാങ്കേതികവിദ്യ കൈമാറ്റവും റഷ്യൻ വാഗ്ദാനത്തിലുണ്ട്. ഇതിന് പിന്നാലെ ഇന്ത്യയുടെ വിവിധോദ്ദേശ യുദ്ധവിമാനങ്ങളുടെ നിരയിലേക്ക് Su-35 യുദ്ധവിമാനവും ലഭ്യമാക്കാമെന്ന വാഗ്ദാനവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇന്ത്യ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അസം യുവതിയുടെ നീല ചിത്ര പ്രവേശം. ചുരുളടിയുന്നത് മുൻ സഹപാഠിയുടെ കൊടും ചതി. ഒറ്റ ദിവസം കൊണ്ടാണ് ആ അസം യുവതി ഇന്റർനെറ്റിൽ ചെറുപ്പക്കാരുടെ ഹരമായി മാറിയത്. അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ യുവാക്കളെ മുൾമുനയിൽ നിർത്തി. വിൽപ്പന ചരക്കെന്ന് വിളിച്ച് ഇൻസ്റ്റഗ്രാം പേജിൽ പ്രകോപനപരമായ പോസ്റ്റുകൾ നിറഞ്ഞു. തൊട്ടു പിന്നാലെ താൻ നീലചിത്രത്തിൽ അഭിനയിക്കുവാൻ പോവുകയാണെന്ന പ്രഖ്യാപനവും. എന്നാൽ താമസിയാതെ സത്യം പുറത്തുവന്നു. ഒപ്പം പഠിച്ച സഹപാഠി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് അവളെ ഇൻസ്റ്റാ സെൻസേഷനാക്കി മാറ്റുകയായിരുന്നു. AI ടൂളുകൾ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും മോർഫ് ചെയ്ത് യുവതിയെ അപമാനിക്കുകയായിരുന്നു സഹപാഠി. ഇയാളെ ദിബ്രുഗഡ് പോലീസ് തിൻസുകിയയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വലയം ഭേദിച്ച് ടോൾ പ്ലാസ ഓഫീസിലേക്ക് കയറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു. പാലിയേക്കരയിൽ നിന്നും ആരംഭിച്ച മാർച്ച് തടയുവാൻ ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ ബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിന് മുൻപിലെ ചെടിച്ചട്ടികളും പ്രതിഷേധക്കാർ വലിച്ചെറിഞ്ഞു. ടോൾ പ്ലാസ ഓഫീസിലേക്ക് കയറുവാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ബെന്നി ബെഹനാൻ MPയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക, അന്യായമായ ടോൾ പിരിവ് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത്. 250ഓളം പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. അശ്രദ്ധമായി വാഹനമോടിച്ച ഡെലിവറി ബോയ് അറസ്റ്റിലായി. യുവതിക്ക് പിസ എത്തിച്ചു കൊടുത്ത പോലീസ്. ഭക്ഷണം കൊണ്ടുവരുന്നതിനിടയിൽ ഡെലിവറി ബോയ് പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടാൽ എന്തു ചെയ്യും? പോലീസ് ഭക്ഷണം എത്തിച്ചു കൊടുക്കും എന്നാകും യുഎസിലെ ടേംപേയിലുള്ളവർ പറയുക. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെയൊരു സംഭവം അടുത്തിടെ നടന്നു. ഭക്ഷണ വിതരണത്തിന് പോകുന്നതിനിടയിൽ അശ്രദ്ധമായി വാഹനമോടിച്ച ഡെലിവറി ബോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഓർഡർ ചെയ്ത ആ ഭക്ഷണം പാഴാക്കുവാൻ പോലീസിന്റെ മനസ്സ് സമ്മതിച്ചില്ല. അവർ അത് ഓർഡർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുത്തു. ഇതിന്റെ വീഡിയോ ടെംപെ പോലീസ് തങ്ങളുടെ എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിപഞ്ചിക ഭർത്താവിന്റെ അവിഹിത ബന്ധം ക്ഷമിച്ചു. ഭർത്തൃ സഹോദരി വീട്ടുജോലി മുഴുവൻ ചെയ്യിപ്പിച്ചു. ശൈലജ. ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിപഞ്ചികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അമ്മ ശൈലജ. ഭർത്താവ് നിതീഷ് മാത്രമല്ല, അയാളുടെ സഹോദരിയും പിതാവും വിപഞ്ചികയെ ദ്രോഹിച്ചിരുന്നുവെന്നും അമ്മ ശൈലജ പറഞ്ഞു. നിതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും അത് ക്ഷമിക്കുവാൻ മകൾ തയ്യാറായിരുന്നതായും അമ്മ വെളിപ്പെടുത്തി. മാതൃഭൂമി ന്യൂസിനോടായിരുന്നു അമ്മയുടെ പ്രതികരണം. വസാഹത്ത് ഖാൻ കേസ്. അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വില ജനങ്ങൾ അറിയണമെന്ന് സുപ്രീം കോടതി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും മൂല്യം ജനങ്ങൾ അറിയണമെന്നും സമൂഹമാധ്യമങ്ങളിലെ അപകീർത്തികരമായ പോസ്റ്റുകൾ നിയന്ത്രിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ സ്വയം നിയന്ത്രണം വേണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഹിന്ദു ദൈവത്തിനെതിരെ എക്സിൽ നടത്തിയ ആക്ഷേപകരമായ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ ഉൾപ്പെടെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ എഫ്ഐആറുകളിൽ പേര് ചേർക്കപ്പെട്ട വസാഹത്ത് ഖാന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ BV നാഗരത്നയും KV വിശ്വനാഥനും ഉൾപ്പെട്ട ബെഞ്ച്. ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ. 35 ലക്ഷം പേരുകൾ വെട്ടും ആശങ്കയിൽ പാർട്ടികൾ. ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കലിലൂടെ 35 ലക്ഷത്തിലധികം പേരുകൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കുവാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട്.
ലോർഡ്സിൽ ഇന്ത്യയ്ക്ക് സ്ട്രോക്ക്. ആർച്ചറും സ്റ്റോക്സും എറിഞ്ഞിട്ടു ഇംഗ്ലണ്ടിന് ജയം. ആദ്യ ഇന്നിംഗ്സിൽ ഒപ്പത്തിനൊപ്പം പിന്നീട് ശരവേഗത്തിലായിരുന്നു എല്ലാം. 192 റൺസിന് ഇംഗ്ലീഷ് ബാറ്റർ ഇന്ത്യൻ ബൌളർമാർക്ക് മുൻപിൽ മുട്ടിടിച്ചു വീണപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ബാറ്റർമാർ അതിനേക്കാൾ വേഗത്തിൽ തകർന്നടിഞ്ഞു. അവസാന ലാപ്പിൽ വാലറ്റക്കാരുമായി ജഡേജ നടത്തിയ ചെറുത്തുനിൽപ്പും വിജയം കാണാതിരുന്നതോടെ ഇംഗ്ലണ്ട് പരമ്പരയിലെ ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കനത്ത പരാജയം. 22 റൺസിനായിരുന്നു തോൽവി. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 3-2 വിജയവുമായി ആതിഥേയർ ആധിപത്യം നേടുകയും ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.